ഉൽപാദന മേഖലയ്ക്ക് മുൻതൂക്കം നൽകി സുൽത്താൻ ബത്തേരി നഗരസഭാ ബഡ്ജറ്റ് 73,21,50,000 രൂപ വരവും 72,98,40,578 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എൽസി പൗലോസ് അവതരിപ്പിച്ചു. ആകെ ചെലവ് 72,98,40,578 രൂപയും 22,54,972 രൂപ നീക്കിയിരിക്കും പ്രതീക്ഷിക്കുന്ന മതിപ്പ് ബഡ്ജറ്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നഗരസഭാ കൗൺസിലിന്റെ അംഗീകാരത്തിനായി സവിനയം സമർപ്പിക്കും. ഉൽപാദന മേഖലയ്ക്ക് മുൻതൂക്കം നൽകിയാണ് ഇത്തവണ സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ബഡ്ജറ്റ്. 4,55,65,600 രൂപയാണ് ഈ മേഖലയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. ഭവന നിർമ്മാണത്തിനും ഇത്തവണത്തെ ബഡ്ജറ്റിൽ മുന്തിയ പരിഗണനയാണ് നൽകിയിരിക്കുന്നത്. നിലവിലെ വീടുകൾ പൂർത്തീകരിക്കുന്നതിനും പുതിയത് നിർമ്മിക്കുന്നതിനുമായി 1,66,00,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. നെൽകൃഷി പ്രോത്സാഹനത്തിനായി 28 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തി. പച്ചക്കറി കൃഷിയിലൂടെ 1000 പേർക്ക് തൊഴിലെന്ന ലക്ഷ്യവുമായി 1 കോടി രൂപ ഈ മേഖലയിൽ വകയിരുത്തി. കുടിവെള്ളം, ക്ഷീരമിത്രം, മൃഗസംരക്ഷണം എന്നിവയ്ക്കും മതിയായ പരിഗണന ബഡ്ജറ്റിലുണ്ട്. വിദ്യാഭ്യാസ മേഖല, ദാരിദ്ര്യ ലഘൂകരണം, സാമൂഹ്യക്ഷേമം, ഭിന്നശേഷി വിഭാഗം എന്നിവയ്ക്കും ബഡ്ജറ്റിൽ പരിഗണന നൽകിയിട്ടുണ്ട്. വയോജനക്ഷേമം, വനിതാക്ഷേമം, തൊഴിലുറപ്പ് പദ്ധതി, ശുചിത്വം എന്നിവയ്ക്കും ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിലും ടൗണിന്റെയും അനുബന്ധ റോഡുകളുടെയും ഗ്രാമങ്ങളുടെയും സൗന്ദര്യവൽക്കരണത്തിനും 40 ലക്ഷത്തോളം രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. അപകടരഹിത നഗരസഭയായി മാറ്റുന്നതിന്റെ ഭാഗമായി മൈനർ അറ്റകുറ്റപ്പണികൾ 24 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുന്നതിനായി 2 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത്, പട്ടികജാതി, പട്ടികവർഗം, യുവജനക്ഷേമം എന്നിവയ്ക്കും ബഡ്ജറ്റിൽ മുന്തിയ പരിഗണനയാണ് നൽകിയിട്ടുള്ളത്. ജയരാജ്, വയനാട് വിഷൻ, ബത്തേരി.